എനിക്കങ്ങനെ ഒരു അധികാര കൊതിയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോടുള്ള കൊതിയോ ആണെങ്കിൽ ഞാനിപ്പോൾ മറ്റു സാംസ്കാരിക നായകന്മാർ മൗനം പാലിക്കുന്നത് പോലെ വായില്ലാ കുന്നിൽ അപ്പനായി ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാതെ എൻ്റെ കാര്യം നോക്കി ഞാൻ ഇരുന്നാൽ പോരെ? ആശാസമരം പരിഹരിക്കണമെന്ന് ഞാനെന്തിനു ആവശ്യപ്പെടണം? അങ്ങനെ ആവശ്യപ്പെടാതിരുന്നെങ്കിൽ, നിശബ്ദനായിരുന്നെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ഒരു അക്കാഡമി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോഴും എനിക്ക് ആ സ്ഥാനത്ത് തുടരാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ അത് വേണ്ട, അത് പോയാലും പോട്ടെ, എൻ്റെ അഭിപ്രായം പറയണം എന്ന ധീരമായ ഒരു നിലപാടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരു സ്ഥാനമാനം എന്ന് പറയുന്നത് ഒരു വലിയ ഇപ്പോൾ കുറേ സൈബർ പോരാളികളൊക്കെ എനിക്കെതിരെ വരുന്ന ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ഞാനാണെന്ന രീതിയിൽ ചിത്രീകരിക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സിനിമയും ഇല്ലാതിരുന്ന ഒരുത്തൻ, ഒരു കോമാളി വേഷങ്ങൾ ചെയ്ത ഒരുത്തൻ, ഒരു വട്ടപൂജ്യം. ശരിയാണ്, ഞാനൊരു നിസ്സാരനാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു നിസ്സാരനായ ഒരു മനുഷ്യനെ, ഒന്നുമല്ലാത്ത ഒരാളെ ഇത്രയും വലിയ ഒരു ബുദ്ധിമാന്മാരും ബുദ്ധിജീവികളും ഒക്കെയുള്ളൊരു മഹാപ്രസ്ഥാനം, അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുത്തി എന്ന് പറയുന്നത് അത് അവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാമോ? അപ്പോൾ ഒരു കഴിവുമില്ലാത്ത, ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, യാതൊരു ഇതുമില്ലാത്ത വെറും ഒരു എന്താണ് മരവാഴ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരാളെ പിടിച്ചിരുത്തേണ്ട ഒരു സ്ഥാനമാണോ ഇത്? അങ്ങനെ ഒരാളെ പിടിച്ചിരുത്തിയെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ്? അപ്പോൾ അത് അങ്ങനെ ചെയ്യുമോ? ഇങ്ങനെ ഒരു മഹാപ്രസ്ഥാനം, ആശയ സംവാദങ്ങളുടെയും ഒരു പുരോഗമന ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതിനുമൊക്കെ ഏറ്റവും ഇങ്ങനെ ഒരു വലിയ ഊർജം നൽകുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഒരു ഒന്നുമല്ലാത്ത ഒരുത്തനെ പിടിച്ച് ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇരുത്തും എന്ന് അത് എനിക്കെന്തായാലും കരുതാൻ വയ്യ. അപ്പോൾ എന്തോ ഉണ്ട്. എൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കൾ ആ പശ്ചാത്തലത്തിൽ എന്നോട് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഈ ആശാസമരത്തെക്കുറിച്ചൊന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പുറത്താക്കിയല്ലോ, എന്താണ് അവിടെ? അതൊരു ഇരട്ട നീതിയല്ലേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ? ഞാനൊന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. തീർച്ചയായും ഇതൊരു ഇരട്ട നീതി തന്നെയാണ്. ഈ സച്ചിദാനന്ദൻ മാഷിനെ പോലെ ഒരു മഹാപ്രതിഭയെ, മഹാകവിയോട്ട് എനിക്കൊരു താരതമ്യമില്ല. ഞാൻ ഒന്നും താരതമ്യം, കേവലം ഒരു നടൻ മാത്രമാണ്. അദ്ദേഹം മലയാളികൾ മുഴുവൻ അറിയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ കവിതകൾ അറിയും. അങ്ങനെ ഒരു മഹാകവി. പക്ഷെ ഞാൻ അതൊന്നുമില്ല, കേരളത്തിൽ മലയാളികൾ എത്ര പേര് എന്നെ അറിയുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അതുകൂടെ പറയട്ടെ, അദ്ദേഹം ആയിട്ട് താരതമ്യമല്ല. പക്ഷേ കേരളത്തിലെ സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ഒരേ പ്രാധാന്യമുള്ള രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന സാഹിത്യ അക്കാദമിയും. അവിടുത്തെ ഒരേ പ്രാധാന്യമുള്ള, ഒരേ പ്രിവിലേജസ് ഉള്ള രണ്ട് ചെയർമാൻമാർ, അക്കാദമിയുടെയും സാഹിത്യ അക്കാദമിയുടെയും ചലച്ചിത്ര അക്കാദമി, ആ രണ്ട് ചെയർമാൻമാർ എന്ന ആ ഔദ്യോഗിക പദവി, അത് മാത്രമാണ് താരതമ്യം. അല്ല, ഞങ്ങൾ രണ്ട് പേരും തമ്മിൽ ഒരു താരതമ്യവുമില്ല. പക്ഷേ ഈ ഔദ്യോഗിക പദവി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തുല്യ പരിഗണന, തുല്യ പ്രാധാന്യം, തുല്യതയോടെ കാണേണ്ട ഒരേ പ്രാധാന്യമുള്ള രണ്ട് പദവികൾ. അവിടെ ഒരാളോട് ഒരു നീതിയും മറ്റൊരാളോട് മറ്റൊരു നീതിയും. ഇപ്പോൾ ഏറ്റവും അവസാനമായി കേട്ടത് അദ്ദേഹത്തിന് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്. ഇവിടുത്തെ എല്ലാ അക്കാദമികളുടെയും സംസ്കാര സ്ഥാപനങ്ങളുടെയും കാലാവധികൾ എന്നോ കഴിഞ്ഞതാണ്. ഇവിടെ ഇതൊരു മാറ്റം വന്നില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സച്ചിദാനന്ദ മാഷിന് വീണ്ടും നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ സർക്കാർ അംഗീകരിക്കുന്നു, അത് ശരിവെക്കുന്നു, അതിനൊരു അംഗീകാരം എന്നോണം അദ്ദേഹത്തിന് വീണ്ടും ഇപ്പോൾ ഇത് നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളെ ഞാനുമൊക്കെ പിന്തുണയ്ക്കാം. ഞാനൊരിക്കലും ഒരു രാഷ്ട്രീയം തന്നെ, എൻ്റെ മനസ്സിൽ കൃത്യമായ രാഷ്ട്രീയവും വ്യക്തമായ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ അതൊരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒന്നും എൻ്റെ മനസ്സിൽ ഇതുവരെ ഉള്ള ഒരു അജണ്ടയേ അല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോഴും പറയുകയാണ്. ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്, ഉറച്ച ദൈവവിശ്വാസി. എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് ഇങ്ങനെ വലിയ ജീവിത വിജയങ്ങളൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടി എന്തെങ്കിലും ഭാഗ്യമോതിരങ്ങളോ അങ്ങനെയുള്ള ചരടുകൾ കെട്ടുകയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നും ചെയ്യാതെ വളരെ സ്വസ്ഥമായി നിങ്ങളത് പരിശോധിക്കാം. അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരാളാണ്. ഒരു ജീവിത വിജയത്തിന് വേണ്ടി ഒരു കുറുക്കു വഴിയും ആലോചിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്തരം ഒരു തിരഞ്ഞെടുപ്പ് മത്സരം അതൊന്നും എൻ്റെ സ്വപ്നത്തിലേ ഇല്ല. പക്ഷേ നാളെ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ഈ നിമിഷം എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഈ നിമിഷം എൻ്റെ മുമ്പിൽ ബ്ലാങ്കാണ്, വേറെ ഒന്നുമില്ല, ഒരു ചർച്ചയുമില്ല. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്,
നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.